കാനത്തിൽ ജമീലയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. ഇന്ന് സംസ്കാരമുണ്ട്. CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലും അതുപോലെ കൊയിലാണ്ടി ടൗൺ ഹാളിലും ഇന്ന് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അത്തോളി കുനിയിൽ കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അവരുടെ ഖബറടക്കം. വളരെ നമ്മൾ അന്വേഷിക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഒരേ അഭിപ്രായമാണ് അവരെക്കുറിച്ച് പറയുന്നത്. വളരെ സൗഹൃദം എല്ലാവരുടെയും സൂക്ഷിക്കുന്ന, രാഷ്ട്രീയ വൈര്യമൊന്നും മനസ്സിൽ സൂക്ഷിക്കാത്ത പൊതുപ്രവർത്തകയായിരുന്നു കാനത്തിൽ ജമീല. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ക്യാൻസർ രോഗത്തിന് അടിപ്പെട്ടു പോകുന്ന ദുരന്തമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. കുറച്ച് കാലമായി അവർ ചികിത്സയിലാണ്. ചികിത്സ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴൊക്കെ തന്നെ വേഗം അവർ പൊതുരംഗത്തേക്ക് ഓടി വരുമായിരുന്നു. തന്നെ മരണത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നത് പോലെയായിരുന്നു വിവരങ്ങൾ. എന്തായാലും അകാലത്തിലെ മരണം സംഭവിച്ചു പോയിട്ടുള്ള ഒരുപാട് ക്യാൻസർ രോഗികളിൽ ഒരാളായി കാനത്തിൽ ജമീല മാറുമ്പോൾ അവർക്ക് വിട നൽകാൻ അവരുടെ നാട് ഒരുങ്ങുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അവിശ്വസനീയമായ വാർത്തയാണ് കാനത്തിൽ ജമീല കൂടെയില്ല എന്നുള്ളത്. സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. കോഴിക്കോട്ടെ മെയ്ത്ര ആശുപത്രിയിലാണ് ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സമീർ, ഈ മൃതദേഹം എവിടേക്കായിരിക്കും കൊണ്ടുപോകുക? CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണോ? SKN ഇപ്പോൾ കോഴിക്കോട് മേത്ര ആശുപത്രിയിൽ നിന്നാണ് കാനത്തിൽ ജമീല മെലയുടെ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. KSRTCയുടെ വോൾവോ ബസ്സിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ആദ്യം കൊണ്ടുപോകുന്നത് പൊതുദർശനത്തിന് വേണ്ടിക്കൊണ്ട് കോഴിക്കോട് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, അതുപോലെ തന്നെ ശാന്തകുമാരി MLA, അതുപോലെ CPIMന്റെ ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, അതുപോലെ P മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കാനത്തിൽ ജമീല MLAയുടെ ബന്ധുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് പൊതുദർശനം ഉണ്ടാവുക. 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂറാണ് അവിടെ പൊതുദർശനം ഉണ്ടാവുക. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അവിടെ എത്തിക്കൊണ്ടായിരിക്കും അന്തിമോപചാരം അർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് ഇവിടെ 10 മണിക്ക് ശേഷം പിന്നീട് കൊയിലാണ്ടിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കൊയിലാണ്ടി ടൗൺ ഹാളിൽ 11 മണി മുതൽ 1 മണി വരെ അവിടെയാണ് പൊതുദർശനം ഉണ്ടാവുക. പിന്നീട് തലക്കുളത്തൂരിലും പൊതുദർശനമുണ്ട്. അതിനുശേഷമായിരിക്കും വൈകിട്ട് 5 മണിയോടുകൂടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത്തോളിയിലുള്ള ജുമാ മസ്ജിദിലാണ് ഖബറടക്കം. അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ബസ് ഇവിടെ നിന്ന് പോവുകയാണ്. കോഴിക്കോട് CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് പോകുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ വാഹനവുമായിട്ട് ഈ ബസ്സിന് പിറകെ ഇത്ര ആശുപത്രിയിൽ നിന്ന് സമീർ സി മുഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് സംസ്കാര കർമ്മങ്ങൾ നടക്കുക. അത്തോളി കുനിയൽ കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് അവരുടെ ഖബറടക്കം. എന്തായാലും വലിയൊരു മനുഷ്യസ്നേഹിയായ പൊതുപ്രവർത്തകയാണ് നമ്മെ വിട്ടുപോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.